ഹലോ, പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. ഇത് UAE ഫെസ്റ്റിവലാണ്, ഒരു ഫെസ്റ്റാണ്. ഞങ്ങളിതെല്ലാം കണ്ടിട്ട് പുറത്തിറങ്ങിയപ്പോൾ അടിപൊളി ഫയർ വർക്ക് കണ്ടിട്ട് ഞങ്ങൾ നോക്കുന്നതാണ്. ഇത് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ അൽവദ്ബയിലുള്ള ഒരു ഫെസ്റ്റാണ് കേട്ടോ. ഇത് ഗ്ലോബൽ വില്ലേജ്, നമ്മൾ UAE ഉള്ളവർക്കാണെങ്കിൽ ദുബായിൽ ഗ്ലോബൽ വില്ലേജിൻ്റെ തൊട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അബുദാബിയിലുണ്ട് ഇതുപോലെ ഫെസ്റ്റ്. അത്യാവശ്യം നമുക്ക് കുറച്ച് ഒരു ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഒരുപാട് നടക്കാനൊന്നും വയ്യാത്ത, ഇവിടെ നടക്കാനുണ്ട്, പക്ഷേ എന്നാലും കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോകാനായിട്ട് നമ്മുടെ പിള്ളേരെ കൊണ്ടൊക്കെ നമുക്ക് പോകാനും വിസിറ്റിങ്ങിനൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ വെക്കേഷനൊക്കെ പോകാൻ നല്ലൊരു സ്പോട്ടാണിത്. അടിപൊളിയായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ല ഒരു ഫയർ വർക്ക് ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഫയർ വർക്ക് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ പോകാൻ റെഡിയാവാം. ഓക്കെ, അപ്പം ഞാൻ അത്യാവശ്യം ഇച്ചിരി ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ള രീതിയിൽ തന്നെ സ്കിൻ കെയർ ഒക്കെ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വൈകുന്നേരം ഒരു ഈവനിങ് ടൈമിലൊക്കെയാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 6-7 മണി ആയായിരുന്നു. പക്ഷേ എന്നാലും ലൈറ്റിംഗ് ഒക്കെ അടിപൊളി. ആ സമയത്ത് കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇച്ചിരി ഒന്ന് ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി നടക്കാനും ഉണ്ട്. ഒരു ഡിയോഡ്രൻറ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഈ ഒരു കൺസിലർ NYBയുടെ ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള കൺസിലർ പാലറ്റാണ്. ഒരുപാട് റേറ്റിംഗ് ഒന്നുമില്ല, നല്ല കവറേജ് ഒക്കെ കൊടുക്കുന്നത്. അണ്ടർ ഐസ്, ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയാണ്. ഇതിനകത്ത് 6 ഷെയ്ഡ്സ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് മിക്സ് മാച്ച് ചെയ്ത് തന്നെ നമുക്ക് ഒരുപാട് ഡാർക്ക് സർക്കിൾസോ ഒരുപാട് പിഗ്മെൻറ്റേഷനൊക്കെ ഇല്ലാത്ത ഇത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ അണ്ടർ ഐസും എല്ലാം നമുക്ക് കവർ ചെയ്യേണ്ട. അണ്ടർ ഐസ് അത്യാവശ്യം ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഹൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന്. കാരണം ഫിംഗേഴ്സ് വെച്ച് തന്നെയാണ് ഞാൻ ഫുൾ ബ്ലെൻഡ് ചെയ്ത് സ്പോഞ്ചോ ബ്രഷസോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. എൻ്റെ ഫിംഗർ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനിത് കുറച്ചതായിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ആക്കുന്നത് കാരണം എനിക്ക് ഒരുപാട് ലാഗാവും. ഈ വീഡിയോ തന്നെ ഞാനൊരു 5 മിനിറ്റ്സിനകം എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതിനകത്ത് ഫോട്ടോസും അവിടുത്തെ ഒരു ഫയർ വർക്കും എല്ലാം വന്നപ്പോഴത്തേക്ക് ഇച്ചിരി അധികം ലൈറ്റിംഗ് ഒക്കെ കാണിച്ചപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ലെങ്തായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഒരു എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാനാണെങ്കിലും ഈ ഒരു പാലറ്റ് തന്നെ നമുക്ക് അടിപൊളിയാണ്. ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെയൊക്കെ കുറിച്ച് ഞാൻ വീഡിയോസൊക്കെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ വെച്ച് പ്രത്യേകം അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റാണിത്. ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം മൾട്ടി യൂസ് ആയിട്ടുള്ള പ്രോഡക്റ്റുമാണ്. അത്യാവശ്യം അഫോർഡബിളാണ്. ഞാൻ സ്പെക്സ് വെക്കുന്നില്ല, ലെൻസാണ് വെച്ചേക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫ്രഷ് ലുക്കിൻ്റെ ലെൻസാണ് തോന്നുന്നു വെച്ചേക്കുന്നത്. കാരണം ഈ ഫെസ്റ്റ് ഇപ്പോൾ ഇല്ല, എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ ഈ ഫെസ്റ്റ് അബുദാബിയിലുള്ളവർക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന ഒരു ഫെസ്റ്റ് തന്നെയാണ്. അൽബക്തയിലാണ് ഈ സ്ഥലം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഡ്രസ്സ് ഇവിടെ പോയിട്ട് ഇപ്പം ഉള്ള ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിനും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു ഒരു ഫൗണ്ടേഷനാണ്, ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷൻ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം മീഡിയം കവറേജൊക്കെ തരുന്ന നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ കുറച്ച് പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പം എനിക്ക് ഹൈ എൻഡ് ബ്രാൻഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു സാമ്യം വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഡ്യൂപ്പെന്ന് പറയാക്കത്തില്ല, എന്നാലും കുഴപ്പമില്ല. പ്രോഡക്റ്റിൻ്റെ ഇത് തന്നെ വരും. നല്ലോണം ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എല്ലാം എൻ്റെ ഫിംഗേഴ്സ് കൊണ്ട് തന്നെയാണ്, ബ്രഷസോ സ്പോഞ്ചസോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം നല്ല ബ്ലെൻഡബിൾ ആവുന്ന ഒരു ഫൗണ്ടേഷനാണ്. സ്റ്റേക്സ് 929 ഒരു ഫൗണ്ടേഷനാണ്, ട്യൂബ് ഫൗണ്ടേഷനാണ്. ട്രാവൽ ഫ്രണ്ടിലുള്ള അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ലൊരു കവറേജും കൊടുക്കുന്നുണ്ട്. സ്ട്രേക്സിൻ്റെ തന്നെ ഒരു കോമ്പാക്ട് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് മാത്രം ഞാനൊന്ന് ബ്രഷിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം പൗഡേഴ്സൊക്കെ നമ്മൾ ബ്രഷിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് ഒരു പ്രസ്ഡ് കോമ്പാക്ട് പൗഡർ ആയതുകൊണ്ട് ഒന്ന് ഫേസൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിലും എൻ്റെ നെക്കിലും എല്ലാം ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നല്ലൊരു റെഡ് ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്, വിത്ത് ഒരു ജഗ്ഗിങ്സും കൂടെ. ലെഗിങ്സും അല്ല ജീൻസ് ടൈപ്പ് ഉള്ള ലെഗിങ്സാണ് ഇട്ടേക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് NYBയുടെ തന്നെ ആ ഒരു കോൺടോർ പാലറ്റിൽ നിന്ന് തന്നെ ഞാൻ ഒരു ചെറുതായിട്ട് ഒന്ന് സ്കൾപ്പ് ചെയ്യാനായിട്ട് ഞാനൊന്ന് കോൺടോർ ചെയ്യുന്നുണ്ട്. കാരണം ചീക്സ് ഒരുപാട് ഉള്ളതിൻ്റെ തൊട്ട് തോന്നുന്നുണ്ട്. ഞാനൊന്ന് കൺസീൽ ചെയ്ത് ഒന്ന് ബ്രൗൺസറും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പൗഡർ കൊണ്ടൊന്ന് ഗ്ലൈഡും ഒന്ന് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. വീഡിയോ ഒന്ന് ലൈക്ക്, എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും വീഡിയോസ് ലൈക്ക് ചെയ്യുന്നില്ല. ലൈക്സ് കൂടുന്നതോടെ എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനവും വരും. അപ്പോൾ ഞാൻ
അത്യാവശ്യം മേക്കപ്പൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്നത് പ്രോസസ്സൊക്കെ എൻ്റെ ഒരു ഐഡിയയും എക്സ്പേർട്ടിൻ്റെ ഐഡിയാസൊക്കെ വെച്ചാണ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴോ ഏതെങ്കിലും ഫംഗ്ഷൻസിന് പോകുമ്പോഴോ പുറത്തൊക്കെ പോകുമ്പോഴായാലും ഞാൻ ഇങ്ങനെ തന്നെയാണ് റെഡി ആവുന്നത്. എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് വെച്ച് തന്നെ ഞാൻ മൾട്ടി യൂസ് മിക്സ് മാച്ചും ചെയ്യാനുണ്ട്. എൻ്റെ കയ്യിൽ ലക്ഷറി ബ്രാൻഡായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഉള്ള ബ്രാൻഡ് ഉള്ളതുണ്ട്. നല്ലോണം ഞാൻ ഇടുന്ന ഈ ഒരു ലുക്കെല്ലാം ഒരു 7-8 മണിക്കൂർ എന്തായാലും സ്റ്റേ ചെയ്യട്ടെ. നമ്മൾ അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ 7-8 മണിക്കൂർ നമുക്ക് അത്യാവശ്യം സ്റ്റേ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യുകയാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ബ്രോ പാലറ്റ് വെച്ചാണ് ഒന്ന് സെറ്റ് ചെയ്യുന്നത്. അത് ഫുള്ളൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് കോമ്പാക്ട് വെച്ച് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒന്ന് ഫുള്ളൊന്ന് സെറ്റ് ആവാനായിട്ട്. അടുത്ത ഐഷാഡോ മാർസിൻ്റെ ഒരു അഫോർഡബിൾ റേഞ്ച്. ഞാൻ ഇതിനകത്ത് കാണിച്ചിരുന്ന പ്രോഡക്റ്റ്സ് അല്ല, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സൊക്കെ അത്യാവശ്യം എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള പ്രോഡക്റ്റൊന്നുമല്ല. അത് ഞാനൊന്ന് എൻ്റെ ഐലൈറ്റ്സിൽ നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ചെയ്യുന്നത്. ഇത് ഒരു 5 o'clock ഇട്ട ഒരു മേക്കപ്പാണ്. ഈവനിങ്ങിൽ 12 o'clock വരെ അത്യാവശ്യം സ്റ്റേ ചെയ്ത് കേട്ടോ, നല്ല സ്റ്റേ ചെയ്തു. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു 1-2 മണി ആയപ്പോഴാണ് തിരിച്ച് റൂമിൽ വന്നത്. ഫുള്ളൊന്ന് മേക്കപ്പ് റിമൂവ് ചെയ്ത് തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മേക്കപ്പ് തന്നെയാണ്. ഒന്ന് ഫേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഐഷാഡോ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡോ വിത്ത് ഒരു ചെറിയൊരു ഷിമ്മർ ഷെയ്ഡാണ്. 2 ഷെയ്ഡ് ഞാൻ ഐഷാഡോയായിട്ട് അപ്ലൈ ചെയ്തുള്ളൂ. ഈ ഒരു ഒറ്റ പാലറ്റ് തന്നെ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ അടിപൊളിയായിട്ട് സൂട്ടാവും. മൾട്ടിപ്പിൾ യൂസും നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് അത്യാവശ്യം അപ്ലൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഐസിന് ഒരു നല്ലൊരു ഷെയ്ഡ് കൊടുത്തിട്ട് റെനയുടെ ഒരു കാജൽ വെച്ച് നല്ലൊരു ബ്ലെൻഡബിൾ ആയിട്ടുള്ള കാജലാണ്. നല്ലൊരു ജെറ്റ് ബ്ലാക്കുമാണ്. നമ്മുടെ കണ്ണ് നല്ല ഓപ്പൺ അപ്പ് ആയതിൻ്റെ കൂടെ തന്നെ തോന്നും. ഈ ഒരു ലുക്കിന് ഈ ഐ ലുക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ഐ നല്ലോണം ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എൻ്റെ മോൻ അവിടെ നിന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മസ്കാരയും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ലോണം മസ്കാര ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലാഷസ് നല്ല അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ലോറിയൽ പാരീസിൻ്റെ ഒരു മസ്കാരയാണ്. ഓക്കെ മസ്കാരയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും അഫോർഡബിൾ ആയിട്ടുള്ള, ഇത് ഇച്ചിരി പ്രൈസാണ്. നൈക്കയിൽ അത്യാവശ്യം ഓഫറുള്ള സമയത്ത് ഞാൻ ട്രൈ ചെയ്യാനായിട്ട് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. ഒരു മാൾസിൻ്റെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അന്നേരം വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ലിപ്പ് ലൈനർ. സംഭവം അടിപൊളിയാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ലിപ്സ്റ്റിക്കും അത്യാവശ്യം എനിക്ക് ചില ബ്രാൻഡിലെ ലിപ്സ്റ്റിക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ മിക്കവാറും കൊണ്ടു നടക്കാറുണ്ട്. നെക്സ്റ്റ് ഇതൊരു പുതിയൊരു പ്രോഡക്റ്റാണ്. ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു വെൽവെറ്റി ഫിനിഷുള്ള അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഒന്ന് ട്രൈ ചെയ്യുക. ഇത്തിരി പ്രൈസിയാണെന്ന് തോന്നുന്നു, പക്ഷേ നല്ലൊരു വെൽവെറ്റി ടച്ചും നല്ലൊരു ഫിനിഷും എല്ലാ സ്കിൻ ടൈപ്പ്. ഞാൻ ഡേ ലൈറ്റിൽ കാണിച്ചു തരാം. ഈവനിങ് ഞങ്ങൾ ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്. ഫുൾ ഫിനിഷുണ്ട്. അവസാനം ഞങ്ങൾ ഫെസ്റ്റിവലിനോട്ട് പോകുന്ന വഴിയിലാണ്. ഞാൻ ഒന്ന് അതും കൂടെ ഒന്ന് ഈ ഒരു വീഡിയോയിലൊന്ന് ആഡ് ചെയ്യാവുന്നുള്ളത്. അത്യാവശ്യം ഈവനിങ് ഒരു 5 o'clock 5:30 ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങൾ വേറൊരു ഫാമിലി ഉണ്ടാകും. ഞങ്ങളെല്ലാം അത്യാവശ്യം എല്ലാ ലൊക്കേഷനും കണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുക്കുന്ന കാര്യവും ഒക്കെ സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ടിക്കറ്റൊക്കെ എടുത്തപ്പോഴത്തേക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴത്തേക്ക് അത്യാവശ്യം ലൈറ്റിംഗ് ഒക്കെ ആയ സമയം നമ്മൾ ഈവനിങ് ടൈമിൽ പോകുമ്പോഴാണ് നല്ല ലൈറ്റിംഗ് ആയാലും ഫോട്ടോസ് എടുക്കാനൊക്കെ ആയാലും അടിപൊളിയാണ്. ആ സമയത്ത് ഞങ്ങൾ പോയ സമയത്ത് ഒരു മാനം നോക്കിയപ്പം ഈ ഒരു ഫെദറി ടച്ചുള്ളൊരു ക്ലൗഡ്സൊക്കെ പോകുന്നുണ്ട്. അത് കണ്ടപ്പം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഫെദറി ടച്ച്. ഞങ്ങൾ സ്പോട്ടിലെത്തി. ഇതാണ് ഫെസ്റ്റ്. അടിപൊളി ലൈറ്റിംഗ്. അത് വിത്ത് ഹാഫ് മൂൺ അവിടെ വന്നിട്ടുണ്ട്. ലൈറ്റിംഗ് അടിപൊളിയാണ്. ഇതാണ് എൻട്രൻസ് ഒരാൾക്ക് 10 dirhams ആണ്. അല്ല എത്ര 10 dirhams ആണ്. അപ്പം അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരു 4-5 മണിക്കൂർ എങ്ങനെ പോകുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് അത്യാവശ്യം പ്ലേ ചെയ്യാനായിട്ടായാലും പിള്ളേർക്ക് കളിക്കാനായാലും ലൈറ്റിംഗ് ആയാലും എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം ഇച്ചിരി ഇതിനെല്ലാം നമുക്ക് പേ ചെയ്യണം. ഈ ഒരു പിള്ളേർക്ക് കളിക്കാൻ ഇതിനൊക്കെ പോകണമെങ്കിൽ പേ ചെയ്യണം. അങ്ങനെ അവർ ഒരു റീചാർജ് ആളുള്ള കാർഡ് തരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിനകത്തെല്ലാം നമുക്ക് പിള്ളേരൊക്കെ സ്പെൻഡ് ചെയ്യാനാണ്. ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഓരോ വർഷം ഓരോ രീതി ലൈറ്റിംഗ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം ഇവിടെ പോയിട്ടുള്ളവരൊന്ന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യട്ടെ. ഇത് ഞാൻ വീഡിയോ എടുത്തിട്ട് 2 മാസത്തിൽ കൂടുതലായി. ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത വർഷം ഞാൻ പോകുമ്പം എന്തായാലും ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വെളിയിൽ ഫോട്ടോസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടയേർഡ് നടന്ന് വെളിയിറങ്ങിയപ്പോഴാണ് ഈ ഒരു വർക്ക് കണ്ടത്. അടിപൊളിയായിരുന്നു. പക്ഷെ എൻ്റെ
മോന് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് കരയാൻ തുടങ്ങി. കൊച്ചു അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്നാലും കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ ഈ ഒരു ഫയർ വർക്ക് പോയി. നല്ല അടിപൊളി ഫയർ വർക്കായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഫയർ വർക്ക് ഉണ്ടെന്ന് അറിയുന്നേ കൂടായിരുന്നു. 12 o'clock ആയായിരുന്നു, ഏകദേശം 12 o'clock ആയായിരുന്നു. 11:45 അങ്ങനെ ആയായിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ ഒരു ടൈം ആയായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഫയർ വർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം. അപ്പം ഫുൾ ലൈറ്റിങ്ങും നമ്മൾ അത്രയും നടന്നതിൻ്റെ ക്ഷീണമൊക്കെ ഈ ഒരു ഫയർ വർക്ക് സഡനായിട്ട് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ